നമസ്കാരം. അറിവ് ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. താൻ ജീവിക്കുന്ന ചുറ്റുപാടിനോടും താൻ ഉൾപ്പെടുന്ന സമൂഹത്തോടും കൃത്യമായ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം ഒരു കലാകാരനെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യത്യസ്തയായ ചിത്രകാരിയെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ സ്വദേശിനിയായ ശ്രേയ സാജൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും കാണേണ്ടത് തന്നെയാണ്. കണ്ണുകളടച്ച് ശാന്തമായി പുഞ്ചിരിക്കുന്ന ബുദ്ധൻ, രൗദ്രഭാവത്തിൽ തെയ്യക്കോലങ്ങൾ, പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും നിർമ്മല മനോഹര ഭാവത്തിൽ അലിയുന്ന രാധാമാധവം. ഇങ്ങനെ വിവിധ ഭാവങ്ങൾ അതിനെ പൂർണ്ണ അർത്ഥതലത്തിൽ പല വർണ്ണങ്ങളിൽ ക്യാൻവാസിൽ പകർത്തി വിസ്മയിപ്പിക്കുകയാണ് ഈ മിടുക്കി. ദുബായിൽ സ്ഥിരതാമസമായ കണ്ണൂർ സ്വദേശിനി ശ്രേയ സാജൻ ഇന്ന് പ്രവാസ ലോകത്ത് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അങ്ങ് ലൂവ്ർ മ്യൂസിയത്തിൽ വരെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം നിറങ്ങളിൽ ചാലിച്ച് അവതരിപ്പിച്ച് മലയാളിക്ക് അഭിമാനമാവുകയാണ്. കുഞ്ഞുനാളിൽ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന കുഞ്ഞു ബ്രഷ് നിറങ്ങളിൽ മുക്കി വരച്ച് തുടങ്ങിയതാണ് ശ്രേയ. പിന്നീട് നിറങ്ങളുടെ ലോകമായിരുന്നു ശ്രേയയെ മുന്നോട്ട് നയിച്ചത്. കാണുന്ന കാഴ്ചകളെല്ലാം ക്യാൻവാസിൽ മനോഹര ചിത്രങ്ങളായി പുഞ്ചിരി വിടർത്തി നിന്നു. എൻ്റെ ചുറ്റും കാണുന്ന പലതും ഞാൻ കൂടുതൽ ഡീപ്പർ മീനിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പോർട്രേറ്റ്സ് ചെയ്യും, ലാൻഡ്സ്കേപ്സ് ചെയ്യും, ഫിഗേഴ്സ്, കളേഴ്സ്, ഇതെല്ലാം എന്നെ ഭയങ്കരമായി ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ്, ദേ ഓൾ ഇൻസ്പയർ മീ. ബട്ട് മെയിൻലി എനിക്ക് ഏറ്റവും ഇഷ്ടം കളേഴ്സാണ്. ഇതാണ് ഞാൻ ചെറുപ്പത്തിലേ എക്സ്പ്ലോർ ചെയ്യുന്നത്, അബ്സ്ട്രാക്റ്റ് കളേഴ്സ് ബട്ട് ഫോർ റിയലിസ്റ്റിക് തിങ്സ്. ഫോർ എക്സാമ്പിൾ പക്ഷേ ആൾക്കാർക്ക് ബ്രൈറ്റ് കളേഴ്സും ഇതാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ അധികം പെയിൻറ്റ് ചെയ്യാറും. പതിയെ പതിയെയാണ് കലയിലൂടെ തനിക്ക് ലോകത്തിനോട് പറയാനുള്ളത് പറയണമെന്നും അതാണ് കലാകാരന്റെ ധർമ്മമെന്നും ശ്രേയ മനസ്സിലാക്കി തുടങ്ങിയത്. യുദ്ധവും അക്രമവും നിറഞ്ഞ ലോകത്ത് തന്റെ ബ്രഷ് ചലിക്കുന്നത് സമാധാനത്തിന്റെ വലിയ സന്ദേശം നൽകാനായിരിക്കണമെന്ന് ശ്രേയ ഉറപ്പിച്ചു. ആദ്യം വരച്ച ചിത്രങ്ങളിൽ ബുദ്ധനായിരുന്നു മുഴുവൻ. ബുദ്ധന്റെ വിവിധ ഭാവങ്ങൾ പല നിറങ്ങളിൽ ചിത്രങ്ങളായി നിറഞ്ഞു. കരുണയും സമാധാനവും ആനന്ദവും പരമമായ സ്വാതന്ത്ര്യവുമെല്ലാം കൂടിച്ചേർന്ന വിസ്മയ ചിത്രങ്ങൾ. വേൾഡ് മൊത്തം ഓൾവേസ് ഇഷ്യൂസ്, റൈറ്റ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഏറ്റവും അധികം വേണ്ടത് പീസ് ആണ്. അത് നമ്മളെ കൾച്ചറും വളരെയധികം കാണിക്കുന്നത് പീസ്, ലവ്, സമാധാനമായിട്ടുള്ള ഒരു ഇതാണ്. അതുകൂടാണ്ട് എനിക്ക് ചെറുപ്പത്തിലെ ബുദ്ധൻ്റെ പീസ്ഫുൾ മെസ്സേജസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം സമാധാനമായി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ കുറേ ബുദ്ധൻ്റെ പെയിൻറ്റിങ്സ് ചെയ്തു. ബിക്കോസ് അറ്റ് ദ ടൈം അതാണ് എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്തത്.
അതുകൂടാണ്ട് അതിന് ആൾക്കാർക്കും ഒരു റെസണൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് അത് കാണുമ്പം ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീസ്. അതായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ കുറേ ബുദ്ധൻ്റെ പീസുകൾ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്. ഒരു സമാധാനമുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ലോകം. നിറങ്ങളുടെ തിരഞ്ഞെടുപ്പിലടക്കം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ കലാകാരി എന്നും ശ്രമിക്കാറുണ്ട്. ഏതൊരു കലാസൃഷ്ടിയും നിഷ്കളങ്ക സ്നേഹത്തിന്റെ വിളംബരമാണ് നൽകേണ്ടതെന്നാണ് ശ്രേയയുടെ പക്ഷം. കുഞ്ഞുങ്ങളുടെ തെളിഞ്ഞ മനസ്സുപോലെ എന്നും സന്തോഷ നിമിഷങ്ങൾ മാത്രമുള്ള, ആരോടും ശത്രുതയും വിരോധവുമില്ലാതെ എല്ലാ മനുഷ്യരും പരസ്പരം എന്നും ചേർത്ത് പിടിച്ചെങ്കിൽ ഈ ലോകം പ്രശ്നങ്ങളില്ലാതെ എത്ര സമാധാനമായി ചലിക്കുന്നതായേനെ എന്നും തൻ്റെ ചിത്രങ്ങളിൽ അത്തരം നിഷ്കളങ്കമായ സ്നേഹമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും ശ്രേയ പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വളരെ ചെറുപ്പകാലത്ത് ലോകം വളരെ കളർഫുള്ളായിട്ടായിരുന്നു കണ്ടത്. അതാണ് ഞാൻ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ഐ എം ട്രൈങ് ടു ട്രാൻസ്പോർട്ട് യു ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ് ആൻഡ് ടു സീ ദ ഫ്രഷ് കളേഴ്സ് ഓഫ് ദ വേൾഡ്. കുട്ടികളെ മനസ്സിലുള്ള ഇന്നസെൻസും പീസും നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നത്തിങ് റിയലി ഹേർട്ട് ദം. ദേ ഡോണ്ട് റിയലി കെയർ. അവരെപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു നേച്ചറാണ് അധിക കുട്ടികളും. അപ്പോൾ അതാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ബട്ട് യു നോ, ആസ് വി ഗ്രോ അപ്പ് വി സ്ലോലി ഇറ്റ് ഫീൽസ് ലൈക്ക് ദ കളേഴ്സ് ഗെറ്റ് സ്ലൈറ്റ്ലി ഡിം. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിലൂടെ ഞാൻ കളേഴ്സ് ബട്ട് ഓൾസോ പീസ്, ലവ് ആൻഡ് അവർ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, ഇതാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. രാധാമാധവ ചിത്രങ്ങളിൽ പ്രണയത്തിന്റെ മനോഹാരിതയിൽ ചുറ്റുമുള്ള ലോകം അലിഞ്ഞില്ലാതാകുന്നത് കണ്ടറിയാം. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള നന്മയുടെയും ശാന്തിയുടെയും സന്ദേശങ്ങളും ശ്രേയ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉജ്ജയിനിയിൽ നടന്ന G20 ഉച്ചകോടിയിലായിരുന്നു ശ്രേയയുടെ ആദ്യ ചിത്ര പ്രദർശനം നടന്നത്. പിന്നീട് ഇതിനോടകം അനേകം പ്രദർശനങ്ങൾ വേറെയും. അതിനിടെ നിറങ്ങളുടെ ലോകം ദുബായിൽ സമ്മേളിക്കുന്ന വേൾഡ് ആർട്ട് എന്ന വ്യത്യസ്തമായ പ്രദർശനത്തിൽ ശ്രേയ പങ്കെടുത്തു. അന്ന് പ്രദർശിപ്പിച്ച ശ്രേയയുടെ ചിത്രങ്ങൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു. തുടർന്ന് അധികം ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ആ വലിയ നേട്ടം ശ്രേയയെ തേടിയെത്തി. ഫ്രാൻസിലെ സാക്ഷാൽ ലൂവ്ർ മ്യൂസിയത്തിൽ ആർട്ട് ഷോപ്പിംഗ് എന്ന ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം. അന്നവിടെ തന്റെ നാട് ലോകത്തോട് വിളിച്ചു പറയുന്ന സ്നേഹത്തിന്റെ വലിയ കാഴ്ചകൾ ക്യാൻവാസിലൂടെ ലോകത്തിന് മുന്നിൽ ശ്രേയ പ്രദർശിപ്പിച്ചു. അന്ന് താൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണെന്ന് ശ്രേയ പറയുന്നു. ഒപ്പം മകൾ പിറന്ന നാടിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാണുന്നതിലെ അഭിമാനം മാതാപിതാക്കൾക്കും. ഒരു മ്യൂസിയത്തിൽ ആക്ച്വലി ഇവിടെ ദുബായ് വേൾഡ് ആർട്ട് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം ഇവിടെ വേൾഡ് ആർട്ടിൽ പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലൂർ മ്യൂസിയത്തിൽ നിന്ന് അവർ ഇൻവിറ്റേഷൻ അയച്ചു. അങ്ങനെയാണ് നമ്മൾ ലൂർ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ സ്റ്റൈലും കണ്ടപ്പോൾ അവർക്കൊരു പുതുമ തോന്നി. വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ഇന്ത്യൻ സ്റ്റൈലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വലിയൊരു അഭിമാനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബൂത്തായിട്ട് ഇന്ത്യൻ ബൂത്ത് ഒരേ ഒരു ബൂത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊത്തം ലിസ്റ്റിൽ അവരെ എക്സിബിഷൻ ലിസ്റ്റിനകത്ത് ഒരേ ഒരു ഇന്ത്യൻ ബൂത്ത് മാത്രമേ ഉള്ളൂ. അത് ശ്രേയൻ്റെ ആയിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ശ്രേയയുടെ ചിത്രങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. അതോടൊപ്പം വീണ്ടും ഒരു പ്രദർശനത്തിനായി പാരീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇന്ന് ശ്രേയ. ശ്രേയയുടെ ചിത്രങ്ങളിലൂടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകമെങ്ങും പരക്കട്ടെ.
മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കാൻ കോടികൾ ചെലവഴിക്കുന്ന മാതാപിതാക്കൾ കാണേണ്ട ഒരു കഥയിലേക്കാണ് ഇനി. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഈ വിജയകഥ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ച് കാണണം. മക്കളെ തന്നാലാകും വിധം പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാനായാണ് ഓരോ പ്രവാസിയും ഈ മരുഭൂമിയിൽ ചോര നീരാക്കി കഷ്ടപ്പെടുന്നത്. പക്ഷേ വിദ്യാഭ്യാസ കാലയളവിലെ ഭാരിച്ച ഫീസ് പലരുടെയും നടുവൊടിക്കാറുണ്ടെന്നത് സത്യമാണ്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയക്കേണ്ടി വരുമ്പോൾ ഇഷ്ട കോഴ്സിന് ലക്ഷങ്ങൾ ചിലവാകുമെന്നത് പലരെയും കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്താറുള്ളത്. മക്കളുടെ സന്തോഷത്തിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും അങ്ങനെ കടമെടുക്കാൻ തുടങ്ങും. ഒരു സാധാരണ പ്രവാസിയുടെ ഏകദേശ ജീവിത ചിത്രമാണ് ഈ പറഞ്ഞത്. എന്നാൽ മാതാപിതാക്കളുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന അല്ലെങ്കിൽ അതിന് സഹായം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് UAE-ൽ. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. പ്രൊഫഷണൽ കോഴ്സുകൾ സർക്കാർ ഫീസിൽ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാനായി മാർഗനിർദ്ദേശം നൽകുകയും നിരവധി ആളുകൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ സഹായകരമാവുകയും ചെയ്യുന്ന UAE-ലെ വ്യത്യസ്തമായ സ്ഥാപനം. നിലവിൽ UAE-ൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് കേരളത്തിലേതുൾപ്പെടെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ ഫീസിൽ പഠനം നടത്തുന്നത്. ഇത്തരത്തിൽ കോഴ്സുകളിൽ ചേർന്നവരിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് എന്നത് തങ്ങൾക്ക് വലിയ അഭിമാനം പകരുന്നതായി അധികൃതർ കൂട്ടിച്ചേർത്തു. ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും MBBS-നും മെഡിസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗും പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ മെറിറ്റിൽ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഈ വർഷത്തെ UAE ടോപ്പേഴ്സ് നമ്മുടെ കുട്ടികളാണ്. അതിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫാത്തിമ ഹന, ആലിയ റുമാന, കാർത്തിക്, വിനയ് കുമാർ പോലത്തെ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 18,000 ഇന്ത്യൻ റുപ്പീസിനാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഒരു വർഷത്തെ MBBS-ന് പഠിക്കുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം അത് UAE-ൽ തന്നെ സ്കൂൾ ഫീസിൽ ഒരു മാസത്തെ സ്കൂൾ ഫീസിനേക്കാളും താഴെയാണ് 18,000 ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനും അവരുടെ ഒരു ഡ്രീമിലേക്ക് എത്തിക്കാനും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ഇവിടുത്തെ ടീച്ചേഴ്സിനും മറ്റു മെൻറ്റേഴ്സിനും കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. ഇഷ്ട കോഴ്സിന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ചേർന്ന് പഠിക്കാനായതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുപോലെ പങ്കുവച്ചു. അവരുടെ സപ്പോർട്ട് ശരിക്കും പറയാതിരിക്കാൻ വയ്യ. അവർക്ക് ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കുന്നത്, നമുക്ക് 1-to-1 ഇൻ്ററാക്ഷൻസ് ഉണ്ട്, നമുക്ക് ഫോക്കസ് ആയിട്ടുള്ള കോച്ചിങ്ങാണ് ഇവിടെ കിട്ടുന്നത്. അത് മാത്രമല്ല നമുക്കിവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഓരോ ദിവസം ഓരോ ലെസൻ്റെ നോട്ട്സ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യൻ ലെസൺ വൈസ് ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത എക്സാം ഉണ്ടാക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ നീറ്റ് പ്രാക്ടീസ് ടെസ്റ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ വീക്ക്ലി നീറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു, എന്ത് വേണമെങ്കിലും തരാം ഉള്ളതായിരുന്നു. ബിഗിനിങ് മുതൽ ഇവരിവിടെ പഠിച്ചിരുന്നു. KG1 to 12th വരെ ഇവിടെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നീറ്റിനാണ് യുണീക്ക് വേൾഡിൽ ജോയിൻ ചെയ്തത്. അതാണ് ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ആയത്. അവൾക്ക് നീറ്റിന് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടി. അത് പുതുക്കോട്ട മെഡിക്കൽ കോളേജിൽ കിട്ടി. അത് ഹാപ്പി എന്ന് പറഞ്ഞാൽ കിട്ടിയത് ഹാപ്പി, ഫിനാൻഷ്യലി ഞങ്ങൾക്കും അഫോർഡബിളായി. കാരണം 1 കോടിയും 1.5 കോടി കൊടുക്കുന്നതിന് പകരം 18,000 20,000 കിട്ടുന്ന പോലെ. ഇത്തവണ ഉന്നത മാർക്ക് വാങ്ങി ഇന്ത്യയിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിനും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ക്യാമ്പസ് വേദിയായി. തീർന്നില്ല. അടുത്ത അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, CBSE കോച്ചിങ്ങിന് ചേരാനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇനി ബാക്കിയുള്ള മാസങ്ങളിലെ ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിലിരിക്കാനും പഠിക്കാനുമുള്ള വ്യത്യസ്തമായ അവസരവും ഇപ്പോൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനാണ് ഇതുവഴി തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ അധികൃതർ അറിയിച്ചു. തങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ നിലവാരം സൗജന്യമായി അറിയാനും ഇതുവഴി മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു.
യു എയിൽ നമുക്ക് 4 സെൻറ്റേഴ്സാണുള്ളത്. 2 സെൻറ്റേഴ്സ് ദുബായിലും 2 സെൻറ്റേഴ്സ് അബുദാബിയിലുമാണ്. ഗ്രേഡ് 6 to ഗ്രേഡ് 12 ആൻഡ് നീറ്റ് റിപ്പീറ്റർ ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡൻറ്റ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് CBSE എല്ലാ സപ്പോർട്ടും, സ്കൂൾസിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്ലസ് കോമ്പറ്റേറ്റീവ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പം അബുദാബി ഭവൻസ് സ്കൂൾ, അബുദാബി ഇന്ത്യൻ സ്കൂൾ, അതേപോലെ ദുബായിലാണെങ്കിൽ ജംസ് മില്ലിയനം, അവറോൺ സ്കൂൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒക്കെ പാസ് ഔട്ട് സ്റ്റുഡൻസ്, ടോപ്പ് സ്കോറേഴ്സ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ സ്റ്റുഡൻസ് ആണ്. ഈ ഒരു ഗോയിങ് ടു ദിസ് അക്കാഡമിക് ഇയർ, ക്ലോസ് ടു ദിസ് അക്കാഡമിക് ഇയർ, ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കായിട്ട് ഫ്രീ ഡെമോ ക്ലാസ്സസ് അവർക്ക് അവൈൽ ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഗ്രേഡിലോട്ട് എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് റിമൈനിങ് ക്ലാസ്സസ്, കറണ്ട് ഗ്രേഡിൻ്റെ റിമൈനിങ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ എക്സ്പെർട്ടൈസും അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസും നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. പ്രമുഖ പെർഫ്യൂം ബ്രാൻഡായ കോറൽ പെർഫ്യൂംസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് കൊച്ചിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറെ പ്രത്യേകതകളാണ് പുതിയ ഔട്ട്ലെറ്റിലുള്ളത്. അറബ് നാടിൻ്റെ വശ്യഗന്ധം കേരളക്കരയിൽ എത്തിച്ചിരിക്കുകയാണ് കോറൽ പെർഫ്യൂം. കോറൽ പെർഫ്യൂമിൻ്റെ പുതിയ സ്റ്റോർ കൊച്ചിയിലാണ് ആരംഭിച്ചത്. കോറലിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖയാണിത്. ഹൈബീഡൻ MP, കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, പ്രമുഖ സിനിമാ താരം RJ മിഥുൻ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ലോകമെമ്പാടുമുള്ള വിവിധ ബ്രാൻഡഡ് പെർഫ്യൂമുകളും തനത് അറബിക് പെർഫ്യൂമുകളുടെ മികച്ച ശേഖരമാണ് പുതിയ സ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് മികച്ച പെർഫ്യൂം എന്ന ലക്ഷ്യത്തോടെ 10 വർഷം മുൻപാണ് ആലപ്പുഴ സ്വദേശി ഷിബി M. തമ്പി കോറൽ പെർഫ്യൂംസ് എന്ന ബ്രാൻഡ് തുടങ്ങിയത്. ഇന്ന് 10 വർഷങ്ങൾക്കിപ്പുറം ലോകോത്തര ബ്രാൻഡായി വളർന്നു നിൽക്കുമ്പോഴും ഷിബിയും കോറലും ഉയർത്തിപ്പിടിക്കുന്നതും അതേ ആദർശം തന്നെയാണ്. എല്ലാ മലയാളികൾക്കും വേണ്ടിയും 50% ഓഫറാണ് നമ്മൾ ഇപ്പോൾ വിട്ടേക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മലയാളിക്കായിട്ടുള്ളൊരു സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഈ ഷോറൂമിൽ വന്ന് നിങ്ങളുടെ പെർഫ്യൂംസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലായി 25-ലധികം ഔട്ട്ലെറ്റുകളുമായി കോറൽ പെർഫ്യൂംസ് വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം ഈ മലയാളിയുടെ പ്രയത്നവും വളർച്ചയും ഓർത്ത്. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.